തൃശൂർ അതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാന കാലടി പ്ലാന്റേഷന്റെ ബി ഡിവിഷനിലെത്തി. ആനയുടെ പുതിയ ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. അതാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ആനയെ ഇന്ന് തന്നെ പിടികൂടാനാണ് ശ്രമമെന്നും കോടനാടെത്തി ആനക്കൂടിന്റെ ബലപരിശോധന നടത്തുമെന്നും ചീഫ് വെറ്ററിനറി ഓഫീസർ ഡോക്ടർ അരുൺ സക്കറിയ പറഞ്ഞു. ഇന്ന് നമ്മൾ പിടിക്കാനുള്ള പോസിബിലിറ്റി നോക്കുകയാണ്. അപ്പോൾ നമുക്കൊരു കാളുണ്ട്, കൂടുണ്ട്, ആനക്കൂടുണ്ട്. അത് നമ്മളൊരു 1.5 വർഷം മുമ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് അതിൻ്റെ കണ്ടീഷൻ നോക്കണം, അതിന് മെയിൻ്റെനൻസ് വേണം നോക്കണം. അതിനനുസരിച്ച് അത് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ആനയെ ഇൻസ്പെക്ട് ചെയ്യണം. ആനയ്ക്ക് വീക്കാണെന്ന് പറയുന്നു. സോ അതിൻ്റെ പോസിബിലിറ്റി എങ്ങനെയാണ് മയക്കുവെടി വെക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. അത് കഴിഞ്ഞ് മീറ്റിംഗ് ഉണ്ട്. അതെ ട്രാക്ക് ചെയ്യാം, അത് കുഴപ്പമില്ല, ട്രാക്ക് ചെയ്തെടുക്കാം. അത് എങ്ങനെയുണ്ടെന്ന് അറിഞ്ഞൂടെ. നല്ല സ്ട്രോങ് ആക്കി ഉണ്ടാക്കിയ കൂടാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി നോക്കണം. ഇവിടെ കൊണ്ടുവന്ന് ചികിത്സ ചെയ്യും, അവിടെ നടക്കില്ല. അല്ല, അത് നോക്കണം. അത് നോക്കിയിട്ട് സാമ്പിൾസൊക്കെ എടുക്കണം. എടുത്തിട്ട് 2-3 ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതൊന്ന് വിറ്റ്നസ് ചെയ്യണം. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, നേരത്തെ ചികിത്സ നൽകി വിട്ടയച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇനിയിപ്പോൾ പിടികൂടി ചികിത്സ നൽകുക എന്ന തീരുമാനത്തിലേക്ക് കടന്നിരിക്കുന്നു. പുതിയ വിവരങ്ങൾ എന്താണ്? വനംവകുപ്പിന്റെ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും ഇന്നത്തേത്? സൂരജ്. ടി കെ റിജിത്ത്, ആന ഇപ്പോൾ നിൽക്കുന്നത് കാലടി പ്ലാന്റേഷന്റെ ഡി ബ്ലോക്കിലാണ്. അതിന്റെ ദൃശ്യങ്ങൾ കാണാമെന്ന് കരുതുന്നു. ആന രാവിലെയാണ് ചാലക്കുടി പുഴ കടന്ന് ഇങ്ങോട്ടേക്ക് കയറി വന്നത്. നമ്മൾ നേരത്തെയും കണ്ടതാണ്. അതായത് ഇത് അല്പം മാറിയാണ് ആന ആദ്യം ഉണ്ടായിരുന്നത്. ഇപ്പോൾ കുറച്ചുകൂടി, അതായത് കാലടി പ്ലാന്റേഷന്റെ അകത്ത് കുറച്ചുകൂടി ഒരു സുരക്ഷിതമായ ഒരു തണൽ ഏരിയയിലേക്ക് ആന മാറിയിരിക്കുന്നു. അരുൺ സക്രി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് തന്നെ ദൗത്യം ആരംഭിക്കാനുള്ള ഒരു നീക്കമാണ് നിലവിൽ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ കാലടി പ്ലാന്റേഷന്റെ അകത്ത് ആന നിലയുറപ്പിച്ചിരിക്കുന്നതാണ് കാണുന്നത്. പക്ഷേ ആനയ്ക്ക് കൃത്യമായ ശാരീരിക അവശതകളുണ്ട്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് രക്ഷാദൗത്യം നടത്തുക എന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പിന്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അരുൺ സക്രി അടക്കമുള്ള സംഘം ഇന്ന് രാവിലെ എത്തി ഈ നിലവിൽ ഈ കാലടിയിലെത്തി കാലടിയിലെ അഭയാരണ്യത്തിലെ കൂടിന്റെ ബലപരിശോധന നടത്തുന്നത്. ഈ ബലപരിശോധന നടത്തിയതിനു ശേഷം ആ കൂട് ഈ സുരക്ഷിതമാണെന്ന് കരുതുകയാണെങ്കിൽ ഉറപ്പാക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആനയെ എത്രയും പെട്ടെന്ന് മയക്കുവെടി വെച്ച് പിടികൂടും. അതിനുശേഷം ആനയെ ഇവിടെ നിന്ന് പിടികൂടി അങ്ങോട്ടേക്ക്, അതായത് കാലടിയിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ്, കോടനാടേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, ആന ആ മുറിവിൽ തുമ്പിക്കൈ കൊണ്ട് ചുഴറ്റുന്നത് നമുക്ക് കാണാൻ. ഈ നിൽക്കുന്ന സമയത്തെല്ലാം തന്നെ ഈ മുറിവിലേക്ക് ആന മണ്ണ് വാരി എറിയുകയാണ് ചെയ്യുക. മണ്ണ് വാരി എറിഞ്ഞതിന് ശേഷം ആന ഈ തുമ്പിക്കൈ കൊണ്ട് ആ മുറിവിൽ ചുഴറ്റുന്നത് കാണാം. ശാരീരിക അവശതകൾ വലിയ രീതിയിൽ തന്നെ ആനയ്ക്കുണ്ട് എന്നുള്ളത് ദൃശ്യത്തിൽ തന്നെ വ്യക്തമാണ്. ഇന്ന് നമ്മൾ ആദ്യ ദൃശ്യം 7:15 കൂടി പുറത്തുവിടുന്ന സമയത്തും അതിനകത്ത് കാണാമായിരുന്നു ആന ഒരു ചെളിവെള്ളത്തിൽ നിന്ന് ചെളി കോരി ഒഴിക്കുന്നതാണ് 7:15 നമ്മൾ പുറത്തുവിട്ട ദൃശ്യം. ആ ദൃശ്യത്തിലും ആന കൃത്യമായ ശാരീരിക അവശതകളുണ്ട്. ഇന്നലെ ചാലക്കുടി പുഴയിൽ നിന്ന് ആന കയറി വരുന്ന സമയത്ത് പോലും ഇപ്പോൾ മണ്ണ് കുത്തുന്നതാണ്, കൊമ്പുകൊണ്ട് ആന മണ്ണ് കുത്തുന്നതാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കം പറഞ്ഞത് ഈ അസുഖമുണ്ടെങ്കിൽ പോലും പലപ്പോഴും ഈ ആന അക്രമാസക്തമാകുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതായത് ആളുകൾ അടുത്തേക്ക് ചെല്ലുകയാണെങ്കിൽ എല്ലാം ഈ ആന അക്രമാസക്തമാകുന്നു. അങ്ങനെ തുടർച്ചയായി വലിയൊരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ആനയെ പിടികൂടുക, ചികിത്സ നടപ്പാക്കുക. കുങ്കിയാനകളെ അടക്കം ഇന്ന് വൈകുന്നേരത്തോടു കൂടി എത്തിക്കാനുള്ള ഒരു ആലോചനയിലാണ് വനംവകുപ്പ്. എന്തായാലും അല്പസമയത്തിനകം ഈ കോടനാട് കൂട് സന്ദർശിച്ചതിന് ശേഷം അരുൺ സക്കറി ഇപ്പോൾ ഈ ആന നിൽക്കുന്ന മേഖലയിലേക്ക് എത്തും. അവിടെ എത്തി ആനയെ കൂടി നിരീക്ഷിച്ചതിന് ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ടി കെ സൂരജ്, വലിയ ശാരീരിക ആവശ്യതയുണ്ട് ആനയ്ക്ക് എന്നുള്ളത് ദൃശ്യങ്ങളിൽ തന്നെ പ്രകടമാണ്. അതുമാത്രമല്ല, ഈ മസ്തകത്തിലെ മുറിവ് അത് പുഴുവരിച്ച നിലയിലാണ്. അതിനിടയിൽ ഒരു മയക്കുവെടിയൊക്കെ സാധ്യമാണോ? എന്താണ് വനംവകുപ്പ് അവരുടെ ആക്ഷൻ പ്ലാനുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്? ഇടയ്ക്കിത് മറ്റൊരു ആനയ്ക്കൊപ്പം ചേരുന്നതും കാണാറുണ്ടല്ലോ സൂരജ്. ടി കെ, മയക്കുവെടി വെക്കുക എന്നുള്ളത് തന്നെയാണ് നിലവിൽ വനംവകുപ്പ് ലക്ഷ്യം വെച്ചിട്ടുള്ളത്. അതായത് ഈ മയക്കുവെടി വെച്ച് ആനയെ ഇവിടെ നിന്ന് പിടികൂടി മാറ്റിയതിന് ശേഷം കോടനാട് എത്തിച്ച് ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുക എന്നുള്ളതാണ് നിലവിൽ വനംവകുപ്പ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ആനയ്ക്ക് ആദ്യഘട്ടത്തിൽ ഒരു സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തിക്കൊണ്ട് ആനയുടെ മുറിവിൽ മരുന്ന് വയ്ക്കുന്ന ഒരു ചികിത്സയാണ് നടപ്പാക്കിയത്. പക്ഷേ അതുകൊണ്ട് ഫലമുണ്ടായില്ല എന്നുള്ളതാണ് പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ മനസ്സിലായത്. കാരണം കഴിഞ്ഞ ദിവസം ആനയുടെ ദൃശ്യങ്ങൾ പുറത്തു വരുന്ന സമയത്ത് ഈ മുറിവിൽ നിന്ന് പുഴു അരിച്ചിറങ്ങുന്ന ഒരു നിലയുണ്ടായിരുന്നു. അങ്ങനെ പുഴു അരിച്ചിറങ്ങുന്ന സാഹചര്യത്തിലാണ് വീണ്ടും വനംവകുപ്പ് ഈ ആനയ്ക്ക് അടിയന്തരമായി തന്നെ ചികിത്സ നൽകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അടക്കം എത്തിയത്. ഈ മുറിവിൽ നിന്ന് വല്ലാതെ പുഴു അരിച്ചിറങ്ങുന്നു. അതോടൊപ്പം തന്നെ ആന നടക്കുന്ന സമയത്തെല്ലാം തന്നെ ഈ മുറിവിൽ നിന്ന് വലിയ രീതിയിൽ ഈ പഴുപ്പ് അടക്കം ഒലിച്ചിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തമായി ആനയുടെ മുൻവശം നമുക്ക് കാണാം. ആ മുറിവെല്ലാം തന്നെ വലിയ ആഴത്തിൽ ഇപ്പോൾ തുറന്നിരിക്കുന്നതാണ്. ആ ദൃശ്യത്തിൽ ക്ലോസ് ആയി നമ്മുടെ വിഷ്വലിലേക്ക് പോകുമ്പോൾ കാണാൻ കഴിയുന്നത്. അവിടെ ഒരു
എണ്ണപ്പന ആന കുത്തിമറിച്ചിട്ടുണ്ട്. ആ എണ്ണപ്പന തിന്നുകൊണ്ട് നിൽക്കുന്നതാണ്. കാരണം പകൽ സമയം മുഴുവൻ ആന ചിലവഴിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ തുരുത്തുകളിലും അതോടൊപ്പം തന്നെ ഈ പ്ലാന്റേഷന്റെ ഈ തോട്ടത്തിലേക്കും എല്ലാം തന്നെ ഈ ആന പകൽ സമയത്ത് ചിലവഴിക്കും. അതിനുശേഷമാണ് രാത്രി ഈ ആന വെറ്റിലപ്പാറ 14 അടക്കമുള്ള ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. അതുവരെ ആന ചിലവഴിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ തുരുത്തുകളിലാണ്, എണ്ണപ്പന പ്ലാന്റേഷന്റെ തുരുത്തുകളിലാണ്. പക്ഷേ വനംവകുപ്പ് പറയുന്നത് ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ, അതായത് ആദ്യഘട്ടത്തിൽ ചികിത്സ നൽകുന്ന സമയത്ത് ആനയുടെ ഒരു ശാരീരിക പ്രകൃതിയൊക്കെ ഉണ്ടായിരുന്നതിൽ നിന്നൊക്കെ ഒത്തിരി മാറ്റം വന്നിരിക്കുന്നു. ആനയുടെ ശരീരം വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആനയെ പിടികൂടി ചികിത്സ നടപ്പാക്കിയില്ലെങ്കിൽ അത് അതീവ ആനയുടെ ജീവൻ തന്നെ നഷ്ടപ്പെടുന്നതിലേക്ക് നയിക്കും. അതോടൊപ്പം ഇവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ആശങ്ക കൂടിയുണ്ട് TK. അതായത് കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ്, അതായത് 2 ആഴ്ചകൾക്ക് മുമ്പാണ് ആനയെ മയക്കുവെടി വെച്ചത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇനി ഒരു മയക്കുവെടി വെച്ച് കഴിഞ്ഞാൽ ആനയ്ക്ക് അത് താങ്ങാനുള്ള ശേഷി ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ചും ആശങ്കയുണ്ട്. എന്നാൽ പോലും ആനയെ പിടികൂടി ചികിത്സ നൽകുക എന്നുള്ളതിന് തന്നെയാണ് പ്രഥമ പരിഗണന നൽകുക. അത് മയക്കുവെടി വെക്കുമ്പോൾ സ്വാഭാവികമായും കുങ്കിയാനകളുടെ എല്ലാം സഹായം വേണ്ടി വരും. ഇവിടെ നിന്ന് ഇത് പ്ലാന്റേഷൻ മേഖലയാണ്. ഈ ആനയെ കയറ്റിക്കൊണ്ടു പോകുന്നതിന് കുങ്കിയാനകളുടെ അടക്കം സഹായം വേണ്ടി വരും. അതുകൊണ്ട് തന്നെ വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ അടക്കം എത്തിക്കാനുള്ള ഒരു ആലോചനയിലാണ് ഇപ്പോൾ വനംവകുപ്പുള്ളത്. അരുൺ സക്രിയ നൽകുന്ന വിവരപ്രകാരമാണെങ്കിൽ ഒരു പക്ഷേ ഇന്ന് തന്നെ ഈ ദൗത്യത്തിലേക്ക് കടന്നേക്കും എന്നുള്ളതാണ് ഡോക്ടർ അരുൺ സക്രിയുമായി നമ്മൾ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം ഇന്ന് വ്യക്തമാക്കിയത്. TK. ശരി, സൂരജ് സജി വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു. അതിരപ്പള്ളി വനമേഖലയിൽ മസ്തകത്തിൽ മുറിവേറ്റ നിലയിൽ കണ്ടെത്തിയ കാട്ടാനയെ പിടികൂടി ചികിത്സ നൽകാനുള്ള നടപടികളിലേക്ക് വനംവകുപ്പ് കടക്കുകയാണ്. ഇന്ന് തന്നെ ഒരുപക്ഷെ ആ ദൗത്യം ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട്. കുങ്കിയാനകളെ എത്തിക്കാനുള്ള നീക്കം അവിടെ നടക്കുന്നു. ആനയുടെ പുതിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അവശനായ നിലയിലാണ് ആനയുള്ളത്.